ബോസ് നമസ്കാരം. നമസ്കാരം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 2 വർഷം പിന്നിടുന്നു. ഒരുപക്ഷെ കേരളം ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്തൊരു ഓർമ്മയാണത്. കേരളത്തിൻ്റെ കണ്ണുനീരെന്നോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ദേശീയ ദുരന്തം എന്നൊക്കെ നമുക്ക് പറയാവുന്ന മലയാളിയുടെ മനസ്സിന് അല്ലെങ്കിൽ ലോക മലയാളിയുടെ മനസ്സിന് ഇത്ര കണ്ട് ഞെട്ടിച്ച മറ്റൊരു ദുരന്തം കേരളം അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ. ഇവിടെ രാഷ്ട്രീയ സംഘടനകളും സന്നദ്ധ സംഘടനകളും അതുപോലെ സാധാരണക്കാരായ മനുഷ്യരും എല്ലാവരും കൈമെയ് മറന്നുകൊണ്ട് ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് അവശേഷിക്കുന്ന ആളുകൾക്ക് പുനരധിവാസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അവിടെ രാഷ്ട്രീയത്തിൻ്റെ നിറം നോക്കാനോ കൊടിയുടെ നിറം നോക്കാനോ ആരും മുതിർന്നിരുന്നില്ല. എന്നാൽ ദുരന്തമുഖത്ത് ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകളെ, അതായത് ദുരന്തമുഖത്ത് ഭക്ഷണം കൊടുക്കുന്ന ആളുകൾക്ക്, സന്നദ്ധ പ്രവർത്തനങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും എല്ലാം അവിടെ ചുക്കാൻ പിടിച്ചിരുന്ന ആളുകൾക്കും സാധാരണക്കാർക്കും ഭക്ഷണം കൊടുത്ത ആളുകളെ വരെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തിയ ഒരു രീതി അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും പിണറായി വിജയൻ സർക്കാരും അനുവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിം ലീഗിൻ്റെ വൈറ്റ് ലീഗ് എന്ന് പറഞ്ഞ ഒരു സംഘടനയെ, അതാണ് ആ സംഘടന പേരെന്നാണ് എൻ്റെ ഓർമ്മ. അവർ നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം പാടെ അവിടെ നിന്ന് 2 ദിവസം കൊണ്ട്, 2 ദിവസമാണോ 3 ദിവസമാണോന്ന് അറിയില്ല, നിഷേധിച്ചു, മാറ്റി നിർത്തി. എന്നാൽ ഈ ദുരന്തത്തിൻ്റെ പേരിൽ ആഗോള വ്യാപകമായി ലോക മലയാളികളിൽ നിന്നും അല്ലാത്ത ആളുകളിൽ നിന്നും നല്ല മനസ്സുള്ള ആളുകളിൽ നിന്നും എല്ലാം പിരിച്ചെടുത്തത് ഏതാണ്ട് 800 കോടി രൂപയിലധികമാണ് എന്നുള്ളതാണ്. അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒഴുകിയെത്തിയ പണമാണ്. അല്ലാതെയും ആ സന്നദ്ധ സംഘടനകൾ ധാരാളം പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ 2 വർഷം കഴിയുമ്പോഴും പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചിരുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു പദ്ധതിയും അവിടെ നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. സാധാരണക്കാരായ സർവസ്വവും നഷ്ടപ്പെട്ട ആളുകൾക്ക് അവരുടെ ഫേസ് 1 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയ ആളുകൾക്ക് പോലും വീടുകൾ കിട്ടിയിട്ടില്ല. കിട്ടിയ വീടുകളാവട്ടെ ഒരു കാരണവശാലും താമസിക്കാൻ യോഗ്യമല്ല. മുസ്ലിം ലീഗിൻ്റെ ഒരു സന്നദ്ധ പ്രവർത്തകർ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അവിടെ പണിത് കൊടുത്ത 75 വീടുകളാണ് ഇപ്പോൾ നിലവിൽ കിട്ടിയവർക്കെല്ലാം ഭംഗിയായി താമസിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനി അവർ 25 വീടുകൾ കൂടി ഈ സെപ്റ്റംബറിൽ പൂർത്തിയാകും. 51 വീടാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. 25 വീട് സെപ്റ്റംബറിൽ പൂർത്തിയാകും. ബാക്കി വീടുകൾ നവംബറോട് കൂടി പൂർത്തിയാകും എന്നാണ് അറിയിക്കുന്നത്. ഇവിടെ കോൺഗ്രസ് 100 വീട് കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ പണി എവിടെയും എത്തിയിട്ടില്ല. ടൗൺഷിപ്പ് ഉൾപ്പെടെയാണ് പിണറായി വിജയൻ അന്ന് മാർച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പായി കൊണ്ട് വലിയൊരു പ്രഖ്യാപനം നടത്തിയത്, ഉദ്ഘാടനം നടത്തിയത്. ഊരാളുങ്കൽ എന്ന സൊസൈറ്റിക്ക് 10 ലക്ഷം രൂപയ്ക്ക് തീരാവുന്ന വീട്, ഒരു വീട് 20 ലക്ഷത്തിനാണ് അവർ ടെൻഡർ കൊടുത്ത് അതിലും വലിയ അഴിമതി നടത്തിയിരിക്കുന്നു. എങ്ങനെയാണ് ഫവാസ് ഈ ദുരന്തമുഖത്തുള്ള മനുഷ്യത്വരഹിതമായ ഇത്തരം പ്രവൃത്തികളെ നോക്കിക്കാണുന്നത്? നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 2024 ജൂലൈ 30 പുലർച്ചെ 1:15 ഈ സംഭവം ഉണ്ടാകുന്നത്. പിന്നീട് ആദ്യം നടക്കുന്നത് മുണ്ടക്കൈ ഭാഗത്തും, പിന്നീട് ഈ പറഞ്ഞ പോലെ 4:10 ചൂരൽമല ഭാഗത്തും വലിയ തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് ഈ പറഞ്ഞ പോലെ അന്ന് രാത്രിയിലാവുന്ന പല ആൾക്കാർക്ക് കൃത്യമായി രക്ഷപ്പെടാനോ മറ്റുള്ളവരെ അറിയിക്കാനോ ഒന്നും പറ്റില്ല. കേരളം കണ്ടതിൽ വെച്ച് വലിയ തരത്തിൽ 2018 പ്രളയത്തിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു അത്. അന്ന് ഈ പറഞ്ഞ പോലെ ഏകദേശം 376.26 മില്യൺ ലിറ്റർ മഴയാണെന്ന് പെയ്തത് എന്നുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വലിയ തരത്തിലുള്ള മഴ മാത്രം ആ ഭാഗത്ത് കിട്ടിയെന്നുള്ളതും ഏകദേശം 1200 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നുള്ളത് സംസ്ഥാന സർക്കാർ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ നോക്കുമ്പോൾ ഏകദേശം 300 സംതിങ് ആൾക്കാർ മരിക്കുകയും 100ഓളം പേരെ കാണാനില്ലാണ്ടാവുകയും ഏകദേശം 400-ലധികം ആൾക്കാർക്ക് വലിയ തരത്തിൽ പരിക്കേൽക്കുക സംഭവിച്ച വലിയൊരു ആപത്തായിരുന്നു ഇത്. എന്നിരുന്നാൽ പോലും പിന്നീട് പിൽക്കാലത്ത് പല പാർട്ടികളും മുമ്പോട്ട് വരുന്നു. ഈവൻ കർണാടക ഗവൺമെൻറ് കുറച്ച് വീട് അവർ സ്പോൺസർ ചെയ്യുമെന്ന് പറയുന്നു. തമിഴ്നാട് ഗവൺമെൻറ് അവരുടെ കാര്യങ്ങൾ പറയുന്നു, സ്പോൺസർ ചെയ്യാമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ പൈസ സംസ്ഥാന സർക്കാരിന് കൊടുക്കാമെന്നോ അവർ പറയുന്നു. കർണാടകയും ഇത്തരത്തിൽ നിൽക്കുന്നു. പല ഭാഗത്ത് രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള സഹായങ്ങൾ വരുന്നു. അതേസമയത്ത് തന്നെ കേരളത്തിലെ പാർട്ടികൾ, മുഖ്യധാരാ പാർട്ടികളായ ഈ പറഞ്ഞ പോലെ CPM-ൻ്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ലീഗിൻ്റെ ഭാഗത്തു നിന്നും അടക്കം ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുമ്പോട്ട് വരുന്നു. ലീഗ് ഈ പറഞ്ഞ പോലെ 100 വീടോളം വെച്ചു കൊടുക്കാമെന്ന് ലീഗ് ഔദ്യോഗികമായി പറയുന്നു. CPM ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു, കോൺഗ്രസ് ഏറ്റെടുക്കുന്നു.
പിന്നീട് ഈ ഇലക്ഷൻ കാലത്ത് കണ്ട ഏറ്റവും വലിയൊരു പ്രചാരണത്തിലൊന്നായിരുന്നു ഫണ്ട് എവിടെ കോൺഗ്രസ് എന്നുള്ളൊരു സാധനം. കാരണം കോൺഗ്രസ്സുകാർ ഫണ്ട് പിരിച്ചു എന്നുള്ളത് സത്യാവസ്ഥയാണ്. അത് എത്ര പിരിച്ചു എന്നുള്ളത് ഇന്ന് വരെ നമ്മൾ സംസാരിക്കുന്നവരെ ഒരു കോൺഗ്രസ്സുകാരനും അറിയില്ല. KPCC യൂത്ത് കോൺഗ്രസ് പറഞ്ഞത് അത് ഫണ്ട് പിരിച്ചതല്ല, മൊത്തം തുകയും കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത് KPCCയുടെ കയ്യിലാണ്. KPCC അത് റിവീൽ ചെയ്യും, പുറത്ത് വിടുന്നവർ. KPCC പറയുന്നത് ഞങ്ങളോട് യൂത്ത് കോൺഗ്രസ് ഒന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ കയ്യിൽ ഈ സാധനം ഇല്ല എന്ന് KPCCയും പറയുന്നു. അപ്പോൾ ഫണ്ട് ആരുടെ കയ്യിലാണെന്നുള്ളതെന്ന് വലിയ ചോദ്യചിഹ്നമാകുന്നു. അപ്പോൾ ഇപ്പോഴും അത് എവിടെ കിടക്കുന്നു എന്നുള്ള കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉള്ള വലിയ പാളിച്ച തന്നെയാണ്. അതിലെന്താ നടന്നതെന്നുള്ളത് ഇപ്പോഴും ആർക്കും അറിയില്ല. രണ്ടാമത്തെ ഒരു കാര്യം ഈ പറഞ്ഞ പോലെ CPMൻ്റെ ചെയ്യാം എന്നുള്ളതാണ്. CPM കുറച്ച് വീട് അവരും സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെയും പൂർണ്ണമായിട്ട് എവിടെയും എത്തിയിട്ടില്ല. മൂന്നാമത് ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരാണ്. കാരണം അതേ കേരളത്തിലാണ് ഈ പറഞ്ഞ പോലെ 38,863 ചതുരശ്ര കിലോമീറ്റർ വിശാലമായ 14 ജില്ലകൾ ഉൾക്കൊള്ളുന്ന 140 നിയോജക മണ്ഡലം ഉൾക്കൊള്ളുന്ന അതിനെ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരാണ് ബാക്കി കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാമെന്ന് വാക്കുകൊടുത്തത്. പക്ഷേ ആദ്യമായിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഫെബ്രുവരിയിലാണ് കുറച്ച് വീടുകൾ ആദ്യമായി തുറന്നു കൊടുക്കുന്നത്. അത് തുറന്നു കൊടുത്തു എന്ന് മാത്രമല്ല, ഒരാഴ്ചക്ക് ശേഷം അത് വലിയ തരത്തിലുള്ള വിവാദത്തിലോട്ട് പോകുന്നു. പല വീടുകളും ചോർന്നൊലിക്കുന്നു എന്നുള്ളതും, അതിൽ മാർക്ക് ചെയ്ത കാര്യങ്ങളും പല കാര്യങ്ങളും മുഴുവനായിട്ട് പണി തീർത്തിട്ടില്ല എന്നുള്ളതും, വിള്ളലടക്കമുള്ള കാര്യങ്ങളും, അതിനുശേഷം ഒരു മന്ത്രി നേരിട്ട് അവിടെ പോകുന്നതും, അത് പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമാകുന്നത് തന്നെയായിരുന്നു. ഇതെല്ലാം മാറ്റി നിർത്തിയിട്ട് നമ്മൾ മറ്റൊരു പാർട്ടിയോട് നോക്കിക്കഴിഞ്ഞാൽ, ലീഗിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, ലീഗ് പറഞ്ഞ പോലെ 100ഓളം വീടുകൾ ലീഗ് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ലീഗിൻ്റെ ഒരു MLA നമ്മൾ നോക്കണം, ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ആ MLA അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് മാറിയിട്ട് മുഴുവൻ സമയം ഈ ലീഗിൻ്റെ KMCCയുടെ ഈ ഒറ്റ പ്രോഗ്രാമിലോട്ട് ആ MLA മാറ്റി നിർത്തുന്നു. ഒരു മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിങ്ങാണ്ട് ചൂരൽമഴ ആ ഭാഗത്ത് മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് എങ്ങനെയായിരിക്കും, അതേപോലെ ലീഗ് അവിടെ ചെയ്ത് ഒരു MLA അതിന് ഏൽപ്പിക്കുന്നു. അതിൻ്റെ മൊത്തം A to Z കാര്യങ്ങൾ അവിടെ കോർഡിനേഷൻ ചെയ്യേണ്ടത് അദ്ദേഹത്തിനായിരിക്കും എന്നുള്ളതും, അദ്ദേഹത്തിന് കൃത്യമായൊരു ഡേറ്റ് കൊടുക്കുന്നു, ഇത്ര വീടുകൾ ഉണ്ടാക്കണം എന്നുള്ളതും, ഇന്ന ഡേറ്റിന് മുമ്പ് സാധനങ്ങൾ കംപ്ലീറ്റ് ആക്കണം, അതിൽ ഇന്ന സാധനങ്ങളെല്ലാം വേണമെന്നുള്ള അദ്ദേഹത്തിന് കൊടുക്കുന്നു. കൃത്യമായ കാര്യങ്ങൾ ലീഗ് കൈകാര്യം ചെയ്യുന്നു. ഗവൺമെൻറ്റിനും അല്ലെങ്കിൽ മറ്റ് സന്നദ്ധ സംഘടനകൾക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ കൃത്യമായി അതിന് ലീഗ് മുമ്പോട്ട് വരുന്നു. എല്ലാ വീടുകളും അതിൽ ഫർണിച്ചർ അടക്കമുള്ള പല ആൾക്കാരും പറഞ്ഞത് ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാർ തരുന്ന വീട് വേണ്ട എന്നുള്ളതും ലീഗിൻ്റെ വീട് മതി എന്നുള്ളത് പറയുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ പോയായിരുന്നു. കാരണം അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടതാണ്. അവർ ഈ പറഞ്ഞ പോലെ അവർക്ക് ഫർണിച്ചർ ഉണ്ടായിരുന്നു, ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു, ഗ്യാസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം ആ ഒരു ദുരന്തത്തിൽ ഇല്ലാണ്ടായി എന്നുള്ളതാണ്. സമാന രീതിയിൽ അതെങ്ങനെയാണോ അത് അതേപോലെ റിപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലോട്ടാണ് പിന്നീട് വീടിന് ഒരു കുടുംബത്തിന് താമസിക്കേണ്ട എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയാണ് അവിടെ ലീഗ് വീട് ഒരുക്കിയത്. സംസ്ഥാന സർക്കാർ കൊടുക്കുമ്പോൾ പലപ്പോഴും അതിൽ പറഞ്ഞ പോലെ പാത്രങ്ങളുടെ കുറവ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല സാധനങ്ങളുടെ കുറവ് അവിടെ ഉണ്ടായിരുന്നു. അതിൽ പലപ്പോഴും പറയുന്നത് ബക്കറ്റ്, ഇങ്ങനെ മീൻസ് നമുക്ക് മിനിമം ആവശ്യത്തിന് വേണ്ട പല കാര്യങ്ങളും ആ വീടുകളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ലീഗ് കൊടുക്കുന്ന വീട്ടിൽ A to Z ഒരു സ്പൂണ് മുതൽ എന്തൊക്കെ വേണോ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ആളുടെ എണ്ണ അടക്കം എടുത്ത് കൃത്യമായിട്ട് അവർ ഓരോ വീട്ടിലും കൊടുക്കുന്നു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ പേരെഴുതി നറുക്കിട്ട് എടുക്കുന്നു. ലീഗ് അങ്ങോട്ട് ചോദിക്കുന്നു വീട് വേണോ എന്നുള്ളത്. വേണമെന്ന് പറയുന്നവരുടെ അടുത്ത് നിന്നും നറുക്കിട്ട് സാധനങ്ങൾ കൃത്യമായിട്ട് എടുക്കുന്നു. അത് അതിൽ ഈ പറഞ്ഞ പോലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ വീട് കിട്ടിയിട്ടുണ്ട്. പല ഹിന്ദുക്കളും ഈ പറഞ്ഞ പോലെ പാലുകാച്ചലിനടക്കം പാണക്കാട് തങ്ങളെയാണ് ഔദ്യോഗികമായിട്ട് വിളിക്കുന്നത്. അത് മാത്രമല്ല, ആ സമയത്ത് ലീഗ് പ്രഖ്യാപിച്ചൊരു കാര്യം, ഈ പറഞ്ഞ പോലെ ഒരൊറ്റ ആൾ പോലും ലീഗുകാരൻ പോലും ഉദ്ഘാടന സമയത്ത് അവിടെ വരാൻ പാടില്ല എന്നുള്ള കാര്യം ലീഗ് പറയുന്നത്. കാരണം അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്, അവർക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം വിളിക്കുന്ന കാര്യമാണ്. നിങ്ങളെല്ലാവരും വന്നുകൊണ്ട് അവർക്കതൊരു ബുദ്ധിമുട്ടാക്കി ലീഗിന്റെ പ്രോഗ്രാമായി മാറ്റരുത്. അതെ, ലീഗിന്റെ പ്രോഗ്രാമായി മാറ്റുകയോ ലീഗിന്റെ പതാക ഉയർത്തുകയോ ഇത്തരത്തിലൊരു കാര്യത്തിലോട്ട് പോയിട്ടുള്ളത് ലീഗിന്റെ പ്രവർത്തകർ പല ഭാഗത്തു നിന്നും വരാൻ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം പറഞ്ഞത് ഒരു പ്രവർത്തകന്മാർ പോലും വരരുത് എന്നുള്ളത്. ഇത് അവരുടെ പേഴ്സണൽ, അവരവരുടെ ജീവിതം തുടങ്ങും, നഷ്ടപ്പെട്ടെല്ലാം പോയി. അപ്പം നിങ്ങളൊക്കെ കാണുമ്പോൾ ഒരു സിമ്പതി എന്നുള്ള സാധനം ആരോടെ കാണിക്കണ്ട. അത് അവരുടെ ഒരു അർഹതപ്പെട്ട കാര്യം, നമ്മൾ മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇത്തരത്തിൽ ഇത് കാണാനായിട്ട് ആരും വരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ലീഗ് ഔദ്യോഗികമായി പറയുന്നു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഞാൻ 2-3 വീടുകൾ കണ്ടായിരുന്നു. ഹിന്ദു വീടാണ്. അവർ ഈ പാല് കാച്ചലും മുമ്പിൽ കുറേ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഔദ്യോഗികമായിട്ട് ക്ഷണിക്കുന്നത് പാണക്കാട് തങ്ങളെയാണ്. തങ്ങൾ നേരിട്ട് പോകുന്നു, പാല് കാച്ചൽ നടത്തുന്നു, അവിടുന്ന് അവരോട് കൂടെ ഭക്ഷണം കഴിക്കുന്നു. അപ്പം ഇത്തരത്തിൽ ലീഗ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെയൊക്കെയാണോ ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത് സമാന്തര രൂപയിൽ, ഒരു പക്ഷേ ഗവൺമെൻറ്റിനേക്കാൾ നല്ല രീതിയിൽ ഈ സാധനം ഇംപ്ലിമെൻ്റ് അവിടെ ചെയ്യുന്നു. തീർച്ചയായും അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഗവൺമെൻറ് പല സന്ദർഭത്തിലും പരാജയപ്പെട്ട് മാറി നിന്ന സാഹചര്യത്തിൽ ലീഗിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തന്നെയാണ് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് വീടിൻ്റെ കാര്യം ചെയ്യുന്നതിൽ. ഇത്
ഇതുപോലെ തന്നെയായിരുന്നു ദുരന്തമുഖത്ത് ഭക്ഷണം വിതരണം ചെയ്യുന്ന കാര്യത്തിൽ. നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണം, അല്ലെങ്കിൽ മോഡേൺ ബ്രെഡോ അല്ലെങ്കിൽ പാളയംകുടം പഴം മാത്രമല്ല ലീഗ് അവിടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഒരുക്കിയത്. ബിരിയാണി അടക്കം നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് അന്ന് കേരളം ഭരിച്ചിരുന്ന പിണറായി വിജയൻ സർക്കാരിന് അത് മോശമുണ്ടാക്കും, വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് നമുക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കും, ലീഗിന് മേൽക്കൈ കിട്ടും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ലീഗിൻ്റെ വൈറ്റ് ഗാർഡാണെന്ന് എനിക്ക് തോന്നുന്നത് അവരുടെ സംഘടന. ആ സംഘടനയെ അവർ നിരോധിക്കുകയാണ് ചെയ്തത്. അതിന് ചൂണ്ടിക്കാണിച്ചതാവട്ടെ സേന ഉൾപ്പെടെ അവിടെ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ സേനയ്ക്ക് ഉൾപ്പെടെയുള്ള ഭക്ഷണം കൊടുക്കുമ്പോൾ അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്, അതുകൊണ്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് അവിടെ ഭക്ഷണം വിതരണം ചെയ്ത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണങ്ങിയ മോഡേൺ ബ്രെഡിൻ്റെ അല്ലെങ്കിൽ ഉണങ്ങിയ ബ്രെഡും പാളയംകുടം പഴവും ഒക്കെയാണെന്നുള്ളതാണ് പിന്നീട് നമ്മൾ അറിഞ്ഞത്. നമ്മളവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകളെ വിലക്കുക രാഷ്ട്രീയം നോക്കി. ഇപ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ്. 2 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോൾ ഫേസ് 1 കാറ്റഗറിയിൽ പെടുത്തിയ ആളുകൾക്ക് പോലും വീട് കിട്ടിയിട്ടില്ല. കിട്ടിയ വീടുകൾ ആവട്ടെ വാസയോഗ്യമല്ല. 800 കോടിയിലധികം പിരിച്ചു എന്ന് പറയുമ്പോൾ ഈ പണം പിന്നെ എവിടെയാണ്? അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിൽ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. കേരളത്തിൽ ഭരണം ഉപേക്ഷിച്ച് പിണറായി വിജയൻ പടിയിറങ്ങുമ്പോൾ ഏതാണ്ട് 5 ലക്ഷം കോടി രൂപയുടെ കടമാണ് എന്നുള്ളതാണ് സർക്കാർ ഇറക്കിയ ധവളപത്രത്തിൽ പറയുന്നത്. പിന്നീട് 1 ലക്ഷം കോടിയുടെ കുറവുണ്ടായിരുന്നു, എങ്കിലും അത്രത്തോളം കടമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും അല്ല എന്നുണ്ടെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ദുരന്തമുഖത്ത് പോലും നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമുക്കതിന് വിലയിരുത്താൻ പറ്റുക? അതല്ല, ലീഗ് ഇപ്പം ഈ വിഷയത്തിൽ ഈ ലീഗ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയ അസ്തിത്വം ഇല്ല എന്നുള്ളതാണ്. കാരണം ലീഗിനെ പല ആൾക്കാരും ആക്ഷേപിക്കുന്നത് ലീഗ് ഒരു ചാരിറ്റി രീതിയിലോട്ട് മാത്രം നീങ്ങുന്ന, ചാരിറ്റി വിഷയത്തിൽ ലീഗിന് സ്വന്തമായിട്ട് ഹോസ്പിറ്റലുണ്ട്, അതുപോലെ തന്നെ ക്യാൻസർ സെൻ്ററുകൾ കൊടുക്കുന്നുണ്ട്, സ്വന്തമായിട്ട് ഈ പറഞ്ഞ പോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആംബുലൻസ് സർവീസ് നടത്തുന്നത് ലീഗാണ്, KMCCയുടെ കീഴിൽ നടത്തുന്നത് ലീഗാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഗവൺമെൻറ് അങ്ങനെ സമാന്തര രീതിയിൽ അത് സിസ്റ്റമാറ്റിക്കലി റൺ ചെയ്യുന്നു. ഈ പറഞ്ഞ പോലെ ബ്ലഡ് ബാങ്ക് അവർക്കുണ്ട്, കൃത്യമായിട്ട് എല്ലാ സ്ഥലത്തും ഓരോ മണ്ഡലങ്ങളിലും പഞ്ചായത്തുകളിലും കൃത്യമായിട്ടുള്ള മൂവ്മെൻറ്റ്, പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ അവർക്ക് കൃത്യമായിട്ടുള്ള സ്വാധീനമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പലപ്പോഴും ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ലീഗിന് തന്നെ ഹോസ്പിറ്റൽ വരെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സിസ്റ്റമാറ്റിക്കായി പോകുന്നൊരു സാധനമാണ്. അപ്പം പലപ്പോഴും എനിക്ക് തോന്നിയിട്ട് ഗവൺമെൻറ്റിന് കണ്ടുപിടിക്കേണ്ട ഒരു സാധനം മീൻസ് എങ്ങനെയായിരിക്കും ഒരു ഗവൺമെൻറ് റൺ ചെയ്യേണ്ടത് എന്നുള്ളത് പലപ്പോഴും ലീഗിൻ്റെ കയ്യിൽ നിന്നും നമുക്ക് പഠിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതേസമയം ലീഗ് നേരിടുന്നൊരു പ്രശ്നം ഈ കാര്യം പറഞ്ഞ ഇത് തന്നെയാണ്, ചാരിറ്റി മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതും പലപ്പോഴും CPM പറയുന്നൊരു കാര്യമാണ്. അപ്പം അത് മറ്റൊരു കാര്യമാണ്. അല്ല, അവിടെ ഞാനൊന്ന് ഇടപെട്ട് സംസാരിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് സഹജീവികളുടെ പ്രശ്നങ്ങളോട് ചേർന്ന് നിൽക്കുക, അവരുടെ പ്രശ്നങ്ങളിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു സഹജീവിക്ക് ഏതെങ്കിലും വിഷയമായിട്ട് അവൻ നൊമ്പരപ്പെടുമ്പോൾ അവൻ്റെ നൊമ്പരം തൻ്റെ നൊമ്പരമാണെന്ന് തോന്നുക, ഈ നിലപാടിനെയാണ് രാഷ്ട്രീയം എന്ന് വിവക്ഷിക്കുന്നത്. അല്ലാതെ മറ്റുള്ളതെല്ലാം തെരഞ്ഞെടുപ്പിൻ്റെയോ കൊടിയുടെയോ ഒക്കെ രാഷ്ട്രീയം പറയുന്നത് എങ്ങനെയാണ്? മനുഷ്യന് വേണ്ടിയുള്ളതാണല്ലോ, പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ളതാണല്ലോ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. അല്ലാതെ മറ്റെന്താണ് അവർ ചെയ്യുന്നത്? ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ പഞ്ചായത്തിൻ്റെ ഒക്കെ ഭരണം പിടിക്കാൻ വേണ്ടി വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ മത്സരം ഉണ്ടാകും, തെരഞ്ഞെടുപ്പിന് അത് അനിവാര്യം തന്നെയാണ്. എന്നല്ലാത്ത രീതിയിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയത്തിലെ നിലപാടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവകാരുണ്യം തന്നെയാണ്. ഒരു വിഷയത്തിൽ ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക, നാടിനെ പുരോഗമനോന്മുഖമായ പാതയിലേക്ക് നയിക്കുക. ഇതിനപ്പുറത്തേക്ക് പിന്നെ എന്താണ് രാഷ്ട്രീയം വിവക്ഷിക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്ന രാഷ്ട്രീയം അതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ലീഗിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അവരുടെ രാഷ്ട്രീയ മുഖം തന്നെയാണ് എന്ന് വേണം അതിനെ കരുതാൻ. കാരണം ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം അനുഭവിച്ച ആളുകൾക്ക് അവിടെ സർവസ്വം നഷ്ടപ്പെട്ട മുസ്ലിംസിന് മാത്രമല്ല ലീഗ് വീട് വെച്ചു കൊടുത്തിരിക്കുന്നത്. ഒരാളെ പേര് പോലും ഈ മതം വെച്ചിങ്ങനെ ഒരാളെ പേര് പോലും സെലക്ട് ചെയ്തിട്ടില്ല. അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. ഇപ്പം നമ്മളെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോ ശ്രദ്ധിക്കുന്നവർ ഏതെങ്കിലും കാരണവശാൽ ഞങ്ങൾ മുസ്ലിം ലീഗിൻ്റെ വക്താക്കളാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം ഞങ്ങളും ഈ കാര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ വക്താക്കൾ തന്നെയാണ്. കാരണം ഒരു മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ അവൻ്റെ വേദനയോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് ലീഗോ CPM കോൺഗ്രസോ ആരായാലും അവരോടൊപ്പമാണ് ഞങ്ങൾ. ജനങ്ങൾക്കൊപ്പം, ജനങ്ങളുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് അവരുടെ അവശത അനുഭവിക്കുന്നവരെ, അവരുടെ കണ്ണീരൊപ്പുന്നത് ആരാണോ ആ നിലപാടുകൾക്കൊപ്പമാണ് നമ്മൾ. മാത്രമല്ല ലീഗ് വെച്ചു കൊടുത്ത വീടുകളിൽ പകുതിയും കിട്ടിയിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ മുസ്ലിം മതക്കാർക്കല്ല, മറ്റു മതക്കാർക്കാണ്. ഇത് മാത്രമായിട്ടുള്ള മുസ്ലിങ്ങൾ കിട്ടിയിട്ടുള്ളൂ. ഇത്തരത്തിൽ അവർ ചെയ്ത കാര്യങ്ങൾ പോലും ഏറ്റവും കൂടുതൽ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഇത്തരത്തിൽ അവർ ജാതി മതം നോക്കാണ്ട് പല കാര്യങ്ങളും ചെയ്യും. മനുഷ്യനെ കണ്ടു അവിടെ. അപ്പം എന്തായാലും ഒരു ഗവൺമെന്റിന് സമാന്തര രൂപം അവിടെ സിസ്റ്റമാറ്റിക്കലി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ 2026 നമ്മൾ ഇരിക്കുമ്പോൾ പല കാര്യങ്ങളും
കാര്യങ്ങളും നമ്മൾ വിട്ടുപോകുന്നു. ഇപ്പോഴും വീട് കിട്ടാത്ത പല ആളുകൾ തെരുവിൽ നടക്കുന്നു. ഈ പറഞ്ഞ പോലെ ചെയ്യേണ്ട ഗവൺമെൻറ് ഇതൊന്നും ചെയ്തില്ല എന്നുള്ളതും, അതിന് ഈ പറഞ്ഞ പോലെ ഫണ്ടുകൾ കിട്ടിയിട്ട് ആ ഫണ്ട് എവിടം വരെ എത്തി എന്നുള്ളതും, CPM അടക്കമുള്ള കോൺഗ്രസ് അടക്കമുള്ള പല പാർട്ടികളും ഫണ്ട് പിരിച്ചിട്ട് കൃത്യമായി അതൊന്ന് CPM എനിക്ക് കൊണ്ട് കൃത്യമായി കണക്കുണ്ട് അവർ എത്ര ഫണ്ട് പിരിച്ചിട്ടുണ്ട് എന്നുള്ളത്, വീട് കയറ്റോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ കോൺഗ്രസിൻ്റെ കാര്യത്തിലൂടെ എനിക്ക് കോൺഗ്രസിനോട് പലതരത്തിലും വിയോജിപ്പ് തോന്നാൻ കാരണം ഇത്തരത്തിൽ ഫണ്ട് പിരിച്ചതിന് ശേഷം എത്ര ഫണ്ട് കിട്ടി എന്നുള്ളത്, ആരെ കയ്യിലാണ് എന്നുള്ളതും കൃത്യമായി ഒരു കാര്യങ്ങളും കോൺഗ്രസ് വരുന്നില്ല. അപ്പം ലീഗിൻ്റെ വിഷയത്തിൽ അങ്ങനെയല്ല. ലീഗ് കൃത്യമായി അവർക്കൊരു വെബ്സൈറ്റ് തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ പൈസ ഇടുമ്പോൾ കൃത്യമായിട്ട് ആ വെബ്സൈറ്റിൽ കാണിക്കും എത്ര പൈസ കിട്ടി എന്നുള്ളത്. അപ്പോൾ ഏറ്റവും അവസാനം അവർ വെബ്സൈറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് എമൗണ്ട് ഇത്രയാണ്, ഇത്ര കോടി വരെ അവരെ കയ്യിലുണ്ട് എന്നുള്ളത് കാണിച്ചിരുന്നു അവർ. അത് മാത്രമല്ല പിന്നീട് KMCC ഗൾഫ് മലയാളികൾ ഒരുപാടുണ്ട്. അപ്പം എൻ്റെ അച്ഛനൊക്കെ ഈ പറഞ്ഞ പോലെ KMCCയുടെ ഭാഗമായിരുന്നു. അപ്പം ഇത്തരത്തിൽ അവർക്ക് കിട്ടുന്ന മാസം അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം KMCCയുടെ ഈ പറഞ്ഞ പോലെ ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ മലബാർ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹൈന്ദവരും എല്ലാവരും ഇതിന് കൊടുക്കുന്നുണ്ട്, ആ ചാരിറ്റി വിഭാഗത്തിന്. അങ്ങനെയാണ് ഈ മലബാർ ഏരിയയിൽ KMCC അല്ലെങ്കിൽ ലീഗ് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള വളർച്ച കൊണ്ടുവരുന്നത് പോലും. എന്നിരുന്നാൽ പോലും ഗവൺമെൻറ് പല കാര്യങ്ങളും ഇപ്പോഴും ലീഗിൽ നിന്ന് പഠിക്കാണ്ട്. പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം 2 മാസമായിരിക്കും കിട്ടിയിട്ടുള്ളൂ. അത് ഇനി ബാക്കി നടപടികൾ എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ തോന്നുന്നു.